ഈസി വേ ടു PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC നടത്തുന്ന സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി അവർ അപേക്ഷിച്ച് പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ആക്ച്വൽ സിലബസ് വന്നിട്ടില്ല. ജനറൽ ആയിട്ട് PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള PG ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് PG ലെവൽ സിലബസ്, കെമിസ്ട്രിയുടെ PG ലെവൽ സിലബസ് വെച്ചിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ മെയിനായിട്ട് ഈ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ എക്സാമിന് അതായത് സയൻറ്റിഫിക് ഓഫീസർ എക്സാമിന് 80% സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ജനറൽ നോളജും റിലയൻസൻസും ആയിരുന്നു ചോദിച്ചത്. ഈ തവണ എങ്ങനെയാണത്, സബ്ജക്റ്റ് മാത്രമാണോ അല്ലെങ്കിൽ ജനറൽ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കേരള PSC നമ്മുടെ പ്രീവിയസ് പരീക്ഷകൾ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടെക്നിക്കൽ എക്സാംസിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ക്രൊമാറ്റോഗ്രഫി, ഏറ്റവും ഫോറൻസിക് സയൻസിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കുന്ന ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സിൻ്റെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയത്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, വിവിധ ഓൺലൈൻ സോഴ്സുകൾ ആശ്രയിക്കുക, ഒരു ടോപ്പിക് എടുത്ത് അതിൻ്റെ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ആശംസകൾ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Chromatography is a physical process where the components of a sample mixture are separated as a result of their differential distribution between stationary and mobile phase. അതായത് ഒരു സ്റ്റേഷനറി ഫേസും ഒരു മൊബൈൽ ഫേസും, ഒരു മൂവ് ചെയ്യുന്ന ഫേസും തമ്മിലുള്ള അതിൻ്റെ മൂവ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെയാണ്, ആ ഫിസിക്കൽ പ്രോസസ്സിനെയാണ് എന്താണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതുപോലെ ക്രൊമാറ്റോഗ്രഫി എന്ന വേർഡ് കിട്ടിയത് ഗ്രീക്ക് വേർഡ് ക്രോമ മീൻസ് കളർ ആൻഡ് ഗ്രാഫി. സ്വെറ്റ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ബോട്ടണിസ്റ്റ്, അദ്ദേഹത്തിനാണ് ഫാദർ ഓഫ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഈ ക്രൊമാറ്റോഗ്രഫിയുടെ ഡെവലപ്മെൻറ്റിന് ഒരു മേജർ പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്രൊമാറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, ക്രൊമാറ്റോഗ്രഫി ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടീഷൻ ഓഫ് സൊല്യൂട്ട് ബിറ്റ്വീൻ ടു ഫേസസ്. ഇറ്റ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് എ മൊബൈൽ ഫേസ് ആൻഡ് എ സ്റ്റേഷനറി ഫേസ്. മൊബൈൽ ഫേസ് യൂഷ്വലി റെഫേഴ്സ് ടു ദ മിക്സ്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ടു ബി സെപ്പറേറ്റഡ് dissolved in a liquid or a gas. അതുപോലെ തന്നെ stationary phase is a porous solid matrix through which the sample contained in the mobile phase percolates. ക്രൊമാറ്റോഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അത് ആ ഡിറ്റക്ടറിൻ്റെ റെസ്പോൺസും അതുപോലെ തന്നെ അൺലൈറ്റിൻ്റെ കോൺസെൻട്രേറ്റും, അതിൻ്റെ എഫ്ലുവൻറ്റിനകത്തെ അൺലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ എഫ്ലുവൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് ക്രൊമാറ്റോഗ്രാം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റിറ്റൻഷൻ ടൈം ഓർ വോളിയം ഈസ് വെൻ എ സൊല്യൂട്ട് എക്സിസ്റ്റ് ദ ഇഞ്ചക്ടർ ആൻഡ് പാസ് ത്രൂ കോളം ആൻഡ് ദ ഡിറ്റക്ടർ. കോളത്തിലും ഡിറ്റക്ടറിലും പാസ് ചെയ്യുന്ന ടൈം അല്ലെ വോളിയം, അതിനെയാണ് റിറ്റൻഷൻ ടൈം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്രൊമാറ്റോഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡേറ്റ ആർ യൂസ്ഡ് ടു ഹെൽപ്പ് ഐഡൻറ്റിഫൈ ആൻഡ് ക്വാണ്ടിഫൈ ദ സൊല്യൂട്ട്. അതായത് ക്വാണ്ടിഫൈ ചെയ്യാനും അതുപോലെ ഈ സൊല്യൂട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ ക്രൊമാറ്റോഗ്രാമിലുള്ള ഡേറ്റ ഉപയോഗിക്കും. ക്രൊമാറ്റോഗ്രഫിക് മെത്തേഡ്സ് ക്യാൻ ബി classified into 3 different ways. 3 തരത്തിൽ ഈ ക്രൊമാറ്റോഗ്രഫി മെത്തേഡ്സിനെ തരംതിരിക്കാം. ഒന്ന്, ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ക്രൊമാറ്റോഗ്രഫിക് ബെഡ്. അതിലുപയോഗിക്കുന്ന ബെഡ്സിൻ്റെ ഷേപ്പ് കൊണ്ട്, അത് പ്ലാനാർ ആൻഡ് കോളം ക്രൊമാറ്റോഗ്രഫി. അതുപോലെ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ മൊബൈൽ ആൻഡ് സ്റ്റേഷനറി ഫേസ്, ഗ്യാസ് ആൻഡ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആണ് എക്സാമ്പിൾസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബേസ്ഡ് ഓൺ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ. ഇത് സെപ്പറേറ്റ് ചെയ്യുന്നൊരു മെക്കാനിസം ഉപയോഗിച്ച്, അതായത് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി, അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ആൻഡ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി. ഷേപ്പ് ഓഫ് ദ ക്രോമാറ്റോഗ്രഫിക് ബെഡ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോമാറ്റോഗ്രഫിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്ലാനാർ ഉണ്ട്, കോളം ഉണ്ട്. പ്ലാനാർ ക്രോമാറ്റോഗ്രഫി തന്നെ പേപ്പർ ക്രോമാറ്റോഗ്രഫി ഉണ്ട്, അതുപോലെ തന്നെ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ഉണ്ട്. കോളം ക്രോമാറ്റോഗ്രഫികളിൽ രണ്ടായിട്ട് ഗ്യാസും അതുപോലെ തന്നെ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിയാണ് ഉള്ളത്. അത് നമുക്ക് പ്ലാനാർ ക്രോമാറ്റോഗ്രഫി എന്താണെന്ന് നോക്കാം. അതായത് പ്ലാനാർ ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ഈസ് പ്രസൻറ്റ് ഓൺ എ പ്ലെയിൻ. ദ പ്ലെയിൻ ക്യാൻ ബി എ പേപ്പർ ഇംപ്രഗ്നേറ്റഡ് ബൈ എ സബ്സ്റ്റൻസ് ആക്ടിംഗ് ആസ് എ സ്റ്റേഷനറി ഫേസ്. പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഓർ തിൻ ലെയർ ഓഫ് സബ്സ്റ്റൻസ് ആക്ടിംഗ് ആസ് എ സ്റ്റേഷനറി ഫേസ് സ്പ്രെഡ് ഓൺ എ ഗ്ലാസ്, മെറ്റൽ ഓർ പ്ലാസ്റ്റിക് പ്ലേറ്റ്. ഇതിനെയാണ് നമ്മൾ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാനാർ ക്രൊമാറ്റോഗ്രഫി ഈസ് ഓൾസോ ടേംഡ് ആസ് ഓപ്പൺ ബെഡ് ക്രൊമാറ്റോഗ്രഫി. ഇതിനെ ഓപ്പൺ ബെഡ് ക്രൊമാറ്റോഗ്രഫി എന്നും മറ്റൊരു പേരിൽ അറിയപ്പെടും. പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ലിക്വിഡ് പാർട്ടീഷനാണ്. അതുപോലെ തന്നെ പേപ്പർ ക്രൊമാറ്റോഗ്രഫി, ദ എൻഡ് ഓഫ് ദ പേപ്പർ ഈസ് ഡിപ്ഡ് ഇൻ എ സോൾവെന്റ് മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ് aqueous ആൻഡ് ഓർഗാനിക് കോമ്പോണൻസ്. ദ സോൾവെന്റ് സോക്സ് ഇൻ എ പേപ്പർ ബൈ കാപ്പിലറി ആക്ഷൻ ബിക്കോസ് ഓഫ് ദ ഫൈബ്രസ് നേച്ചർ ഓഫ് ദ പേപ്പർ. അതായത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. കാപ്പിലറി ആക്ഷൻ കൊണ്ടാണ് ഇതിനകത്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ദ aqueous കോമ്പോണൻറ്റ് ഓഫ് ദ സോൾവെന്റ് ബൈൻഡ്സ് ടു ദ സെല്ലുലോസ് പേപ്പർ ആൻഡ് ദെയർ ബൈ ഫോംസ്
stationary phase with it. The organic compound of the solvent binds continuous migrating, thus forming the mobile phase. അതായത് മൊബൈൽ ഫേസും സ്റ്റേഷണറി ഫേസും എന്താണെന്ന് അതിൽ പറഞ്ഞു കഴിഞ്ഞു. Mechanism of separation. Mobile phase rises up by capillary action. Testing sample is concentrated as a minute spot at the bottom of the filter paper. Sample mixture gradually rises up with the mobile phase, which is liquid. Compounds in the mixture will be separated according to their ability of solubility. More polar substance will move slower and less polar substance will travel faster. A small spot of sample is applied to the strip of chromatography paper about 2 cm away from the base of the plate. The sample is absorbed onto the paper and may form interactions with it. The paper is then dipped into a solvent such as ethanol or water, taking care that the spot is above the surface of the solvent and placed in a sealed container. The solvent moves up by paper by capillary action and dissolves the sample mixture, which will then travel up to the paper with the solvent solute sample. Different compounds in the sample mixture travels at different rates and it takes several minutes to several hours. ഇതിൻ്റെ അനാലിസിസ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. Spots corresponding to different compounds may be located by their color, UV light, inhydrin or by treatment with iodine vapors. Ascending chromatography and descending paper chromatography. Ascending chromatography, in this method the solvent is in a pool at the bottom of the vessel in which the paper is supported. It rises up the paper by capillary action against the force of gravity. Descending chromatography, in this method the solvent is kept in a trough at the top of the chamber and is allowed to flow down the paper. The liquid moves down by capillary action as well as by the gravitational force. Significance of paper chromatography. It is very easy, simple and rapid and highly efficient method of separation. Can be applied even in microgram quantities of the sample. Can be used for separation of wide variety of material like amino acids, oligosaccharides, glycosides, purines and pyrimidids, steroids, vitamins and alkaloids like penicillin, tetracycline and streptomycin. Thin layer chromatography. Stationary phase consists of a thin layer of adsorbent material, usually silica gel, aluminum oxide or cellulose, immobilized into a flat carrier sheet. Important ആണ്, silica gel, aluminum oxide or cellulose. The liquid phase consisting of the solution to be separated, which is dissolved in the appropriate solvent and is drawn up to the plate via capillary action, separating the solution based on the polarity of the compound. That is solution based on the polarity of the compound. Thin layer chromatography significance ആണ്. Determination of the pigments of a plant contains, detection of pesticides or insecticides in food, identifying compounds present in a given substance and monitoring an organic reaction. Advantages of TLC over paper chromatography. In paper chromatography, it takes 16 hours for the separation of the compounds, but in TLC, it takes only 3 to 4 hours. TLC has the advantage that a corrosive agency like sulfuric acid can be used, which is a limitation of the paper chromatography. It is easier to separate and visualize the components by this method. It has the capacity to analyze multiple samples in a single run. It is relatively a low cost method. RF value. RF value is the rate of migration of the various substances being separated are governed by the relative solubilities in the polar stationary phase and non-polar mobile phase. The migration rate of a substance usually expressed as RF അല്ലെങ്കിൽ relative friend എന്നും അതിനെ പറയും. Column chromatography. The stationary bed is within a tube. In column chromatography, the stationary phase may be pure silica or polymer or may be coated onto chemically bonded to support particles. Depending on whether mobile phase is gas, it is gas chromatography or liquid chromatography. When the stationary phase is liquid chromatography, consists of smaller diameter particles. The technique is known as high performance liquid chromatography. That is important ആണ്, high performance liquid chromatography. Gas chromatography. Gas mobile phase is used to pass a mixture of volatile solute through a column containing the stationary phase. The mobile phase, often referred to as a carrier gas, is typically an inert gas such as nitrogen, helium or argon. Nitrogen, helium or argon. Solute separation is based on the relative difference in the solute vapor pressures and interacts with the stationary phase. Thus, more volatile solute elute from the
column. A solute that selectively interacts with the stationary phase elute from the column after with less degree of interaction. The column effluent carries separated solute to the detector in order of their elution. Solutes are identified qualitatively by their retention times. Peak size is proportional to the amount of solute detected and used to quantify it. Instrumentation. A basic gas chromatograph consists of the following: a chromatographic column to separate the solute, a supply of carrier and carrier gas and flow control apparatus to regulate the flow of carrier gas through the system, an injector to introduce the sample and derived analytes as they elute from the column, a computer to control the system and process data. ആണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. മൊബൈൽ ഫേസ് സപ്ലൈ ഉണ്ട്, അതിൻ്റെ അകത്ത് ഫ്ലോ കൺട്രോളർ ഒരു പമ്പ് ഉണ്ട്, അത് ഒരു കമ്പ്യൂട്ടറും കൺട്രോളുമായിട്ട് കണക്റ്റ് ആകും. ഒരു ഇഞ്ചക്ടർ ഉണ്ട്, കോളംസ് ഉണ്ട്, അതിൻ്റെ ഡിറ്റക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ട്. അതുമായിട്ട് ഈ ഡിറ്റക്ടറിൽ നിന്ന് ഒരു ഇൻ്റഗ്രേറ്റർ അല്ലെങ്കിൽ ഒരു റെക്കോർഡറിലേക്ക് ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിന് സാമ്പിളിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ഒരു റെക്കോർഡർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റെക്കോർഡറിലേക്ക് ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. Liquid chromatography. Separation by liquid chromatography is based on the distribution of the solute between a liquid mobile phase and a stationary phase. When a particle of smaller diameter are used as a stationary phase support, the technique is HPLC. Instrumentation. A basic liquid chromatograph consists of the following elements: a solvent reservoir to hold the mobile phase through the system, an injector to introduce sample into the column, a chromatographic column to separate the solute, detector to detect the separated analytes as they elute from the column, a computer that processes the system and processes the data. HPLC. HPLC is basically a high improved form of liquid chromatography. Instead of a solvent being allowed to drip through the column under gravity, it is forced through under high pressure. Its high performance and high speed as compared with the traditional column chromatography. The parameters used to describe a HPLC column refers to the nature, type and size of its packaging material and the dimensions of the column used. Increased flow rates are obtained by applying a pressure difference across the column. A combination of high pressure and adsorbance of small particle size lead to the high resolving power and short analysis time are the characteristics of HPLC. This picture shows the working principle of HPLC and solvent reservoir, high pressure pump, sample injection loop, a detector, recorder and system data and sample collection. The advantages of HPLC are the result of the two major advances: the development of stationary support with small particle sizes and large surfaces, improvement of the elution rates by applying high pressure to the solvent flow. Applications of HPLC. In pharmaceutical field, tablet dissolution of pharmaceutical dosage, shelf life determination of pharmaceutical products, identification of counterfeit drug products and quality control. In forensics, on-site identification and quantification of drug ecstasy, identification of anabolic steroids in serum, urine, sweat and hair, forensic determination of textile dyes, simultaneous quantification of psychotherapeutic drugs in human plasma. Analysis of antibiotic, detection of endogenous neuropeptides in brain extracellular fluid, in food and flavor, ensuring softening consistency and quality, analysis of vicinal dictones in beer, sugar analysis in fruit juice, etc. And analysis of military high explosive in agriculture crops. Chromatographic separations are classified by the chemical or physical mechanisms used to separate solute. These include ion exchange chromatography, partition chromatography, adsorption chromatography, size exclusion chromatography and affinity chromatography. Ion exchange chromatography important topic ആണ്. Ion exchange chromatography is based on an exchange of ions between a charged stationary surface and ions of the opposite charges in mobile phase. Depending on the conditions, solutes are either cations, basically positively charged, and anions, that is which is negatively charged. These are known as ion exchanges. Ion exchanges are made up of two parts: an insoluble matrix and chemically bonded charge groups within and on the surface of the matrix. It is classified as cationic or anionic based on which
whether it exchange cation or anions. Cation exchanger are known as acidic ion exchanger, and anion is known as basic ion exchanger. Each type of exchanger is also classified as strong or weak depending on the ionizing strength of the functional group. ഇതിനകത്ത് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ചേഴ്സും അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സും അതിൻ്റെ മെട്രിസസും ആണ് പറഞ്ഞിട്ടുള്ളത്. വീക്ക്ലി അസിഡിക്കിന് ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സി ഗ്രൂപ്പാണ്, അതിൻ്റെ മെട്രിസസായി ഉപയോഗിക്കുന്നത് അഗ്രോസ് ആണ്. അതുപോലെ കാർബോക്സി മീഥൈൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് സെല്ലോസ് ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും ടൈപ്പും ഫങ്ഷണൽ ഗ്രൂപ്പും അതിൻ്റെ മെട്രിസസും പഠിച്ചു വെക്കുക. Bound molecules can be eluted by altering the pH of the eluting buffer or by increasing the salt concentration of the eluting buffer. The positively charged protein bound to the cation exchanger can be eluted by increasing the salt concentration in the eluting buffer, because cations present in the buffer compete with positively charged groups on the protein for binding the ion exchange. Proteins having a low density of net positive charge will tend to emerge first, following by those have higher charge density. Ion exchanger selection ആണ്. The choice of ion exchanger for the purification of biomolecule largely depends on the isoelectric point of the biomolecule. അതായത് isoelectric പോയിന്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. A solute having a positive charge will bind to a cationic exchanger and vice versa. Many solutes having more than one type of ionizing group and may have both positively and negatively charged groups. The net charge on such molecule depend on pH. At isoelectric point, the solute has no net charge and would bind to any type of ion exchanger. Choice of buffers. Cationic buffers should be used with anionic exchanges and vice versa. Firstly, the pH chosen for the buffer depends on the range of stability of macromolecule to be separated. Secondly, the buffer pH should be chosen so that the desired macromolecule will bind to the ion exchanger. The ionic strength should be relatively low to avoid damping of interaction between solute and ion exchanger. Buffer concentration in the range 0.05 to 1 m are recommended. Application ആണ് the separation and purification of protein, peptides and nucleic acid, polypeptides and other charged molecules, mainly because of its high resolving power and high capacity. Used to separate DNA from cell extract, separation and removal of inorganic ion from the aqueous mixture. At the partition chromatography, the differential distribution of solute between two immiscible liquids in the basis of separation of partition chromatography. It can be subdivided in liquid-liquid chromatography and bond-phased liquid chromatography. In liquid-liquid chromatography, the liquid stationary phase is attached to a supporting matrix by purely physical means. In bonded phase liquid chromatography, the stationary phase is covalently attached to the matrix. Example പറഞ്ഞിട്ടുള്ളത് a water stationary phase is supported by a cellulose, starch or silica matrix, all of which have the ability to physically bind as much as 50% water and remain free-flowing powders. LLC is categorized as normal phase liquid chromatography and reversed phase liquid chromatography. Normal phase liquid chromatography, the stationary phase is polar and mobile phase relatively non-polar. Stationary phase is an alkylamide bonded to silica. The mobile phase is generally an organic solvent such as hexane, heptane, dichloromethane or ethyl acetate. The order of elution of analytes is such that the least polar is eluted first and the most polar last. Application used to separate analytes that have low water solubility and those that are not amenable to reversed phase liquid chromatography. Reversed phase liquid chromatography. The stationary phase is non-polar and the mobile phase is relatively polar. Stationary phase alkyl saline groups are chemically attached to silica. The mobile phase is commonly water or aqueous buffers, അതുപോലെ തന്നെ methanol, acetonitrile or tetrahydrofuran or a mixture of them. The order of elution of analysis is such that the most polar are eluted first and the least polar eluted last. Reversed phase liquid chromatography differs from the most of other forms of chromatography in that the stationary phase is essentially inert and only non-polar or hydrophobic interactions are possible with analytes.
Application. It is widely used to analyze drugs and their metabolites, insecticide and pesticide residue and amino acid, peptides and proteins. Ion pair reversed phase liquid chromatography. The separation of some highly polar analytes such as amino acid, peptides in organic acid and the catecholamines is not possible by reversed phase chromatography. It is possible to achieve such separation by one of two approaches, that is ion suppression or ion pairing. Ion suppression means the ionic character of a weakly acidic or basic analyte is neutralized or suppressed through modification of the mobile phase pH. Ion pairing is the counter ion opposite in charge to that of the analyte is added to the mobile phase where it forms ion pairs. Next is adsorption chromatography. It works on the principle that certain solid materials collectively known as adsorbents have the ability to hold molecules at their substance. The adsorption process, which involves weak non-ionic attractive forces of the van der Waals and hydrogen bonding type, occur at specific adsorption site. Silica is a typical adsorbent. It has silanol or SiOH groups on its surface which is slightly acidic and can interact with the polar functional group of the analyte or element. Important ആണ് സിലിക്ക ആണ് അബ്സോർബൻ്റ് ആയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതർ കോമൺലി യൂസ്ഡ് അബ്സോർബൻസ് ആർ അലൂമിന ആൻഡ് കാർബൺ. അടുത്തത് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. Principle is that it does not rely on the difference in the physical properties of the analytes. Instead, it exploits the unique property of extremely specific biological interaction to achieve separation and purification. The technique requires that the material to be isolated is capable of binding reversibly by specific ligand that is attached to the insoluble matrix. അതായത് മാക്രോമോളിക്യൂളും അതിൻ്റെ ലിഗാൻഡുമായിട്ട് കൂടിച്ചേർന്നിട്ട് അതിന് ഒരു മാക്രോമോളിക്യൂൾ ലിഗാൻ കോംപ്ലക്സ് ആണ് അവിടെ ഉണ്ടാകുന്നത്. When a complex mixture containing the specific compound to be purified is added to the immobilized ligand, generally contained in a conventional chromatography column, only that compound will bind to the ligand. അതായത് ലിഗാൻഡ് സ്പെസിഫിക് ആണ്. അതായത് കോമ്പൗണ്ട് അതിൻ്റേതായ ലിഗാൻഡിൽ മാത്രമേ അത് അറ്റാച്ച് ആകൂ. All other components or compounds can therefore be bashed away and the compound subsequently recovered by displacement of the ligand. അതായത് സ്പെസിഫിസിറ്റി ആണ്. അതായത് സ്പെസിഫിക് ആയിട്ട് ലിഗാൻഡിൽ മാത്രമേ ഈ മൈക്രോമോളിക്യൂൾസ് അറ്റാച്ച് ചെയ്യപ്പെടുന്നുള്ളൂ. സ്റ്റെപ്സ് ആണ്: ചോയ്സ് ഓഫ് ദ അപ്രോപ്രിയേറ്റ് ലിഗാൻഡ്, ഇമ്മൊബിലൈസേഷൻ ഓഫ് ലിഗാൻഡ് on support matrix, binding of molecules of interest with ligand, removal of non-specifically bound molecules and elution of molecules of interest in the purified form. ഇതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെട്രിക്സിലേക്ക് ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡ് വിടുന്നു, എൻസൈം അത് ബൗണ്ട് ചെയ്യുന്നു, അതിനുശേഷം ആവശ്യമുള്ളത് മാത്രം എടുത്തതിന് ശേഷം അത് അറ്റാച്ച് ആവാത്ത ലിഗാൻഡ് സ്പെസിഫിസിറ്റി ഇല്ലാത്തതിനെ വാഷ് ചെയ്ത് ചോയ്സ് ഓഫ് ദ ലിഗാൻഡ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്: specificity, the ligand should recognize only the molecule of the interest to be purified. Reversibility, the ligand should form a reversible complex with the molecule of interest to be purified. Stability, the ligand should be stable to the conditions to be used for immobilization as well as the conditions of use. And size, the ligand should be large enough such that it contains several groups able to interact with the molecules of interest, resulting in sufficient affinity. And affinity, binding affinity is the strength of binding interaction between a molecule of interest to the ligand. Binding affinity is typically measured in terms of equilibrium dissociation constant. Binding affinity is typically measured in terms of equilibrium dissociation constant. Typical biological interactions used in affinity: enzymes, ligand enzymes ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സബ്സ്ട്രേറ്റ് അനലോഗ്, ഇൻഹിബിറ്റർ, കോഫാക്ടർ ഒക്കെയാണ് ടാർഗറ്റ് മോളിക്യൂൾസ് ആയിട്ട് വരുന്നത്. ആൻറ്റിബോഡി ആണ് ലിഗാൻഡ് എങ്കിൽ ആൻറ്റിജൻ ആണ് ടാർഗറ്റ് മോളിക്യൂൾസ് ആവുന്നത്. ലെക്റ്റിൻ ആണ് ലിഗാൻഡ് എങ്കിൽ പോളിസാക്രൈഡ്, ഗ്ലൈക്കോപ്രോട്ടീൻ, സെൽസ് ഓഫ് റിസപ്റ്റർ ആൻഡ് സെൽസ് ആണ് വരുന്നത്. ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ കോംപ്ലിമെൻ്ററി ബേസ് സീക്വൻസ്, ന്യൂക്ലിക് ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് ആണ് ടാർഗറ്റ് മോളിക്യൂൾസ് ആയിട്ട് വരുന്നത്. അതുപോലെ ഹോർമോൺ ആണെങ്കിൽ റിസപ്റ്റർ ആണ്. കാൽമോഡിലിൻ ആണെങ്കിൽ കാൽമോഡിലിൻ ബൈൻഡിങ് മോളിക്യൂൾസ് ആണ്. ഗ്ലൂട്ടാത്തയോൺ ആണെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ എസ് ട്രാൻസ്ഫറേസ് ആണ്. പ്രോട്ടീൻ എ ആൻഡ് ജി ആണെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലൻസ് ആണ് ടാർഗറ്റ് മോളിക്യൂളായിട്ട് വരുന്നത്. ആപ്ലിക്കേഷൻ:
Many enzymes and other proteins, including receptor proteins and immunoglobulins, are purified. Immunoglobulins purified ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സഞ്ചർ RNA is routinely isolated by selective hybridization process, and immobilized single stranded DNA can be used to isolate complementary RNA and DNA. Immobilized nucleotides are used for the isolation of proteins involved in the nucleic acid metabolism. Immunoaffinity chromatography. The use of antibodies as the immobilized ligands has been exploited in the isolation and purification of a range of proteins, including membrane proteins of viral origin. Monoclonal antibodies may be linked to agarose matrix by the cyanogen-bromide technique. Protein binding to the immobilized antibody is achieved in neutral buffer solution containing moderate salt concentration. Characteristic agents such as thiocyanate, perchlorate, and trifluoroacetate, or lowering the pH to about 3 cm can be done for elution. Size exclusion chromatography. The separation of molecules on the basis of their molecular size and shape. Size exclusion chromatography includes jerk permeation chromatography and gel filtration chromatography. A column of microparticulate cross-linked copolymers, generally of either styrene or divinyl benzene and with a narrow range of pore size, is an equilibrium with a suitable mobile phase for the analytes to be separated. Large analytes that are completely excluded from the pores will pass through the interstitial spaces between the particles and will appear first in the elute. Small analytes will be distributed between the mobile phase inside and outside the particle and will therefore pass through the column at a slower rate, hence appear lost in the elevate. അതാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Gel filtration chromatography can be used to separate compounds such as small molecules, proteins, polysaccharides, and nucleic acid when in an aqueous solution. When organic solvent is used as mobile phase, the process is known as gel permeation chromatography. അതിൽ ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ട് മൊബൈൽ ഫേസ് ആയിട്ട് ഓർഗാനിക് സോൾവെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രാക്ഷനേഷൻ ഓഫ് മോളിക്യൂൾസ് ആൻഡ് കോംപ്ലക്സ് വിത്തിൻ പ്രീഡിറ്റർമിൻഡ് സൈസ് റേഞ്ച്, സൈസ് അനാലിസിസ്, removal of large proteins and complex, buffer exchange, desalting, removal of small molecules such as nucleotides, primers, dyes and contaminants, assessment of sample purity and separation of bound and unbound radioisotopes. ഇത്രയുമാണ് ക്രൊമാറ്റോഗ്രഫിയിലെ ബേസിക് ടെക്നിക്സ്, അതായത് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സിൻ്റെ ബേസിക്സ്. അപ്പോൾ ഇനിയും ഇതിനകത്ത് ഇതെങ്ങനെ ഈ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ് എങ്ങനെയാണ് ഫോറൻസിക് സയൻസിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് മാത്രമാണ് ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് കൂടെ ഒരു ക്ലാസ്സായിട്ട്, അതായത് പ്രത്യേക ക്ലാസ്സായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതും നമുക്ക് വരുന്ന വീഡിയോയിൽ നോക്കാം. നിങ്ങൾ ഇതിനകത്ത് ഇതൊരു ബേസായിട്ട് എടുത്തുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ നോട്ട്സ് കളക്ട് ചെയ്യും, കൂടുതൽ പോയിൻറ്റ്സ് പഠിക്കാൻ വേണം. അതുപോലെ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്, അത് നമുക്ക് വേറൊരു ക്ലാസ് എടുക്കാം. അതുപോലെ അതിൻ്റെ ഇഞ്ചക്ടേഴ്സ്, അങ്ങനെ കുറേ പോർഷൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻസും അടുത്തൊരു സെഷനായിട്ട് നമുക്ക് ചെയ്യാം. ഇനിയും ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിശദമായ നോട്ട്സും അതിൻ്റെ PDF ഫയൽസും PPT ഫയൽസും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനകത്ത് വിസിറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരുമാതിരി എല്ലാ നോട്ട്സും, ഇതിൻ്റെ എല്ലാ ഡിഫൈൻഡ് നോട്ട്സ്, എല്ലാ എലാബറേറ്റ് നോട്ട്സും നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.